ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ച എനിക്കുണ്ടായ പ്രോഫിറ്റും ലോസും കാര്യങ്ങളും ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയത്, ഞാൻ നേടിയ പാഠങ്ങൾ, അതെല്ലാം ഒന്ന് അനലൈസ് ചെയ്യാം. നിങ്ങൾക്കറിയാവുന്ന കണക്ക് വീഡിയോ കാണുന്നവർക്കറിയാം, ചെറിയൊരു ട്രേഡറാണ് ഞാൻ. മാക്സിമം 4K ഒക്കെയാണ് എൻ്റെ ടാർഗറ്റ് വരുന്നത്. സ്റ്റോപ്പ് ലോസ് വരുന്നത് 2K. ആ ഒരു റേഞ്ചിലായിരിക്കും ഞാൻ എപ്പോഴും ട്രേഡ് എടുത്ത് നടക്കാറ്. അതിനനുസരിച്ചുള്ള സ്ട്രൈക്ക് പ്രൈസും കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും ചൂസ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ച എന്തൊക്കെ പറ്റി എന്ന് നോക്കി നോക്കാം. ഇത് 15-ാം തീയതി മാത്രം നടന്ന ട്രേഡാണ്. അതായത് സെപ്റ്റംബർ 15 തിങ്കളാഴ്ച നടന്ന ട്രേഡിൽ എനിക്ക് 2000 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ 300 പ്ലസ് സംതിങ് ടാക്സ് പോയിട്ട് ബാക്കി 2000 റുപ്പീസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഞാൻ എടുത്ത ട്രേഡ് 2000, അതായത് എൻ്റെ സ്റ്റോപ്പ് ലോസ് അടുപ്പിച്ച് തന്നെ ഞാൻ ഹിറ്റ് അടിച്ചിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത ട്രേഡ് ഹോൾഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഹോൾഡ് ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ 1700 തന്നെ ഞാൻ എക്സിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുണ്ടായിരുന്ന മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എടുത്ത ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഫസ്റ്റ് ഞാൻ എടുത്ത ക്വാണ്ടിറ്റി 160യും രണ്ടാമതെടുത്തത് 120യും. അവിടെ എനിക്ക് പറ്റിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വാണ്ടിറ്റി സെലക്ട് ചെയ്തത് കറക്റ്റ് അല്ലായിരുന്നു. അതായത് എപ്പോഴും നമ്മൾ ഒരേ ക്വാണ്ടിറ്റിയിൽ വേണം ചൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഏത് ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിലും സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ പോകാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഞാൻ അന്നെടുത്ത 3 ട്രേഡ് ഉണ്ടായിരുന്നു. അപ്പോൾ 3 ട്രേഡിലും കൂടെ ആയിട്ടാണെങ്കിൽ 160, 120 പിന്നെ 340 ക്വാണ്ടിറ്റി നോക്കണ്ട. അത് 2 പ്രാവശ്യം എടുത്ത ട്രേഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മേ ബി 160 വെച്ചായിരിക്കും ഞാൻ ഇതിലെ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് എനിക്ക് റിമെമ്പർ ചെയ്യുന്നില്ല. അത് ഫുള്ള് ട്രേഡ് ബുക്ക് നോക്കിയാൽ കറക്റ്റ് അറിയാൻ പറ്റും. എന്നിരുന്നാലും ആ ഒരു ട്രേഡിലും നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് 133യും സെൽ ആവറേജ് ജസ്റ്റ് ഒരു 7 റുപ്പീസുമാണ്. അതിലാണ് എനിക്ക് 2000 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടിയത്. മറ്റേതിൽ 1700. അങ്ങനെ ആദ്യം ഉണ്ടായിരുന്ന ലോസ് ഞാൻ കവർ ചെയ്തു. പിന്നെ ഞാൻ ട്രേഡൊന്നും എടുത്തില്ല. ഫോർ ഓൾമോസ്റ്റ് ഞാൻ ഒരു 4 ട്രേഡ്സ് ആയിരിക്കും അന്നത്തെ ദിവസം എടുത്തിട്ടുണ്ടായിരുന്നത്. ചാർട്ട് നോക്കിയാൽ മനസ്സിലാവും, ഏകദേശം ഒരു വൃത്തികെട്ട ഒരു ചാർട്ടാണ്. ഇതിൽ ഞാൻ എങ്ങനെ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് എനിക്കും അറിയത്തില്ല. പക്ഷേ എൻ്റെ ജഡ്ജിങ് കറക്റ്റായിരുന്നു. ചെറിയൊരു പ്രോഫിറ്റിൽ ഞാൻ എക്സിറ്റ് ആയത് എന്തുകൊണ്ട് വളരെ നന്നായി. ഞാൻ മൾട്ടിപ്പിൾ ട്രേഡ് അടിച്ചത് ഇതുകൊണ്ടായിരിക്കണം. കാരണം വലിയൊരു മൂവ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ചെറുതായിട്ട് മേളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് സ്കാൽപ്പിംഗ് കണക്ക് ചെറിയ ചെറിയ ട്രേഡ്സ് എടുത്താണ് ആ ഒരു പ്രോഫിറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ദിവസത്തെ ട്രേഡിങ്, മൺഡേ. അപ്പോൾ നമുക്ക് ട്യൂസ്ഡേ നോക്കാം. ട്യൂസ്ഡേ നോക്കുകയാണെങ്കിൽ 1500 റുപ്പീസാണ് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. 400 രൂപ എനിക്ക് ഇത് പോയിട്ടുണ്ട്, ചാർജസ് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 1K ആണ് എനിക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റത്തെ ട്രേഡ് നോക്കിയാൽ മനസ്സിലാവും. 220 ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ 2400, അതായത് എൻ്റെ സ്റ്റോപ്പ് ലോസിൻ്റെ നിയറിൽ തന്നെ, അതായത് 2000 എന്നുള്ള സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്തായിട്ട് തന്നെ ഞാൻ എക്സിറ്റ് ആയിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 80 ക്വാണ്ടിറ്റീസ്. അതെന്തുകൊണ്ട് ഞാൻ 80 ക്വാണ്ടിറ്റീസ് മാത്രം എടുത്തു എന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഇത് 238 10 പോയിന്റിൽ ഞാൻ എക്സിറ്റ് ആയി. പിന്നെ അതിനുശേഷം 200 എടുത്തു. 200 ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ എടുത്തു. അതും ഏകദേശം ഒരു 10 പോയിൻറ്റ്സിന് എക്സിറ്റായി. അത് 200 ക്വാണ്ടിറ്റീസാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒരിക്കലും ട്രേഡ് എടുക്കരുത് എന്നാണ് ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കുന്നതെങ്കിലും ആ ഒരു ഓപ്പർച്യൂണിറ്റി കാണുമ്പോൾ അറിയാണ്ട് എടുക്കുന്നതാണ്. ഇതും കറക്റ്റ് അതേപോലെ തന്നെയാണ്. അതുകൊണ്ട് ഇതിലെനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഞാൻ എടുത്ത 220 ക്വാണ്ടിറ്റി, പിന്നെ 80, 200, 100. എപ്പോഴും നമ്മൾ ട്രേഡ് എടുക്കുമ്പോഴത്തേനും സെയിം ക്വാണ്ടിറ്റിയിലാണ് ട്രേഡ് എടുക്കേണ്ടത്. പക്ഷെ ഞാൻ ആ റൂൾ ഇവിടെ ഫോളോ ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ 1, 2, 3, 4 4 ട്രേഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് 4ഉം എന്തായാലും 4 ട്രേഡാണ്. 4 ട്രേഡേ ഞാൻ അന്ന് എടുത്തിട്ടുള്ളൂ. ഞാൻ മാക്സിമം 2 ട്രേഡ് 3 ട്രേഡിൽ നിർത്തണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ ഫസ്റ്റത്തെ ട്രേഡ് ലോസ് ആയത് കൊണ്ടായിരിക്കണം ഞാൻ ചെറുതായിട്ട് ഓരോ ട്രേഡ് എടുത്ത് അതൊന്ന് കവർ ചെയ്യാൻ നോക്കിയത്. എന്തോ ഭയത്തിന് അത് കവറായി. 1Kയിൽ ഞാൻ നിർത്തിയിട്ടുണ്ട് അന്നത്തെ ദിവസം. അപ്പോൾ അന്നത്തെ ദിവസത്തിൻ്റെ ചാർട്ട് നോക്കാം. അന്നത്തെ ദിവസത്തെ ചാർട്ട് അത്യാവശ്യം നല്ലൊരു ബുള്ളിഷ് റാലിയാണ്. എന്തുകൊണ്ട് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല എന്ന് ഓർമ്മയില്ല. എന്തായാലും ഞാൻ മിസ്ജഡ്ജ് ചെയ്തെടുത്തിരുന്ന ഒരു ഇതായിരുന്നു. നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ് കാണുന്നത്. ഏതെങ്കിലും ഒരു മൂവ്മെൻറ്റിൽ ഞാൻ നല്ലൊരു ട്രേഡ് ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. പക്ഷെ ഞാൻ ഹോൾഡ് ചെയ്തിട്ടില്ലായിരുന്നു. ചെറിയ ചെറിയ പ്രോഫിറ്റ് കിട്ടുമ്പോൾ തന്നെ ഞാൻ എക്സിറ്റ് ആയിക്കൊണ്ടിരുന്നു. അതായിരുന്നു ഈ ട്രേഡിലുണ്ടായിരുന്ന പ്രശ്നം. അന്ന് ഹോൾഡ് ചെയ്തില്ലായിരുന്നു.
പോരാത്തതിന് ക്വാണ്ടിറ്റി എടുത്തതും പ്രശ്നമായിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ട്രേഡിന് എനിക്ക് ഇത്രയും ലോസ് അടിക്കാനുള്ള ഫസ്റ്റത്തെ ലോസ് ഓക്കെ, ഫസ്റ്റത്തെ ലോസ് അക്സെപ്റ്റ് ചെയ്യാമെന്നതാണ് 2000 ഓക്കെ. അത് കഴിഞ്ഞിട്ടുള്ള 3 ട്രേഡും എനിക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നുള്ള ട്രേഡായിരുന്നു. പക്ഷേ ഞാൻ ഹോൾഡ് ചെയ്തിട്ടില്ലായിരുന്നു. പോരാത്തതിനെ എക്സിറ്റായി പിന്നെ എടുക്കുക അങ്ങനെയാണ് പോയത്. പക്ഷേ അതെനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു ചാർട്ട് കാരണമാണ് എൻ്റെ സൈക്കോളജിക്ക് ഒരു പ്രശ്നം പറ്റിയത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇന്നലത്തെ കണക്ക് ഒരു റേഞ്ച് മാർക്കറ്റ് ആകും എന്നുള്ള ഇതിലായിരുന്നു ഞാൻ അങ്ങനെ ഒരു ട്രേഡ് എടുത്തതെന്ന് തോന്നുന്നു. പക്ഷേ എന്നാലും കുഴപ്പമില്ല. അന്നത്തെ ദിവസം 1000 സംതിങ് പ്രോഫിറ്റ് കിട്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. മൂന്നാമത്തെ ദിവസം നോക്കുകയാണെങ്കിൽ നിയർലി ഒരു 5000 റുപ്പീസ് ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട്. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോർ 200 ചാർജും 4700 രൂപ പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ എല്ലാം 100 ക്വാണ്ടിറ്റി കറക്റ്റാണ്. ആ ഒരു കാര്യത്തിൽ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. ബൈ ആവറേജ്, സെൽ ആവറേജ് അതും പക്കയാണ്, 4800 റുപ്പീസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ 2 ട്രേഡ് എടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ 5000 ആക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടാണ് ഈ 2 ട്രേഡ് എടുത്തത്. ആദ്യത്തെ ട്രേഡ് 500 ഞാൻ എക്സിറ്റ് ആയി. രണ്ടാമത്തെ ട്രേഡും 500 റുപ്പീസ് കിട്ടിയപ്പോഴത്തേനും ഓക്കെ മതി എന്ന് കരുതിയിട്ട് ഞാൻ എക്സിറ്റ് ചെയ്തതാണ്. ജസ്റ്റ് ഒന്ന് റൗണ്ട് ഫിഗർ ചെയ്ത് 5000 ആക്കാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചതാണ്. പക്ഷേ ചീറ്റിപ്പോയി, കുഴപ്പമില്ല. പക്ഷേ ഇന്നത്തെ ദിവസം കറക്റ്റായിട്ട് ഞാൻ എല്ലാ റൂളും ഫോളോ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് 50 പോയിൻറ്റ്സ് അടുപ്പിച്ച് എനിക്ക് ടാർഗറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ക്വാണ്ടിറ്റി കറക്റ്റാണ്. എൻ്റെ എൻട്രിയും അത്യാവശ്യം കറക്റ്റ് ആയിരിക്കണം. നമുക്ക് അന്നത്തെ ദിവസത്തെ എൻട്രിയും കാര്യങ്ങളൊന്നും നോക്കി നോക്കാം. സെപ്റ്റംബർ 17 നോക്കുകയാണെങ്കിൽ ഇതാ ഈ ഒരു റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു മൊമെൻ്റ് തന്നെ. എനിക്ക് തോന്നുന്നു ഈ ഒരു ലെവലിലായിരിക്കും ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു റാലി എനിക്ക് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഈ ട്രേഡ് എനിക്ക് ഓർമ്മയുണ്ട്. ഈ ഒരു ലെവലിൽ രണ്ടാമതെത്തിയപ്പോൾ ഞാൻ ഈ ഒരു ലെവലിൽ നിന്ന് ട്രേഡ് എടുത്തതാണ്. അതെ, സോറി, ഇൻഡെക്സ് മാറിപ്പോയി. ഈ ഒരു റേഞ്ചിൽ എത്തിയപ്പോഴത്തേനാണ് ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ചെറിയൊരു മൊമെൻറ്റ് ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ലെവലിൽ നിന്ന് ഈ ഒരു ലെവൽ വരെ അപ്പോഴത്തേനെ ഞാൻ എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു ലെവലിൽ തന്നെ എനിക്ക് 5000 അടുപ്പിച്ച് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം അന്നത്തെ ദിവസം അങ്ങനെ പോയി. റൂളെല്ലാം കറക്റ്റ് പക്കയായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു സെപ്റ്റംബർ 17 എന്ന് പറയുന്നത്, ബുധനാഴ്ച. അത് കഴിഞ്ഞിട്ട് നമുക്ക് വ്യാഴാഴ്ച എന്താണ് പറ്റി നോക്കാം. വ്യാഴാഴ്ച 2000 അടുപ്പിച്ച് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ ഒരു ചെറിയൊരു ട്രേഡ് എടുത്ത്, നിഫ്റ്റിയിലായിരുന്നു ട്രേഡ് എടുത്ത് 225 ക്വാണ്ടിറ്റീസ്. അപ്പോൾ തന്നെ എക്സിറ്റ് ആയി റിവേഴ്സ്ഡ് വരും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒന്നിൽ സ്റ്റോപ്പ് ലോസ് വരെ വെയിറ്റ് ചെയ്യണം. ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ട്രേഡ് തീരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതാണ്. സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും ടാർഗറ്റ് ആണെങ്കിലും വെയിറ്റ് ചെയ്യണം എന്നായിരുന്നു എൻ്റെ റൂള്. പക്ഷേ അത് ഞാൻ ഫോളോ ചെയ്തിട്ടില്ല. പിന്നെ അത് 450 ക്വാണ്ടിറ്റീസ് ഇങ്ങനെ ഒരിക്കലും ട്രേഡ് എടുക്കാൻ പാടില്ല. പക്ഷേ ഞാൻ ട്രേഡ് എടുത്തു. അത് എനിക്ക് തോന്നുന്നു സൈക്കോളജി, എൻ്റെ മൈൻഡ് റിവെഞ്ച് ട്രേഡ് അല്ല. എനിക്ക് തോന്നുന്നു ആ ഒരു ട്രേഡ് മിസ്സായതിൻ്റെ ഇതിലെടുത്താണെന്ന് തോന്നുന്നു. പിന്നെ അതിനുശേഷം സെൻസെക്സിലെടുത്തു. സെൻസെക്സിൽ 2 പ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ട്രേഡ് 1500 ലോസായി. അപ്പോൾ അത് റിക്കവർ ചെയ്യാൻ വേണ്ടി രണ്ടാമത് പിന്നെയും ട്രേഡ് എടുത്തു. ഫസ്റ്റ് സിയിലെടുത്തു, പിന്നെ അത് കഴിഞ്ഞ് പിയിലെടുത്തു, പിന്നെയും പിയിലെടുത്തു. പക്ഷേ അതിനുശേഷം ഞാൻ പിന്നെ ട്രേഡ് എടുത്തിട്ടില്ല. അത് വളരെ നല്ല കാര്യം. കാരണം പിന്നെയും ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെയും ലോസ് അടിക്കുമായിരുന്നു. അന്നത്തെ ദിവസത്തിൻ്റെ ചാർട്ടൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സെപ്റ്റംബർ 18 ചാർട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതെ, വളരെ വൃത്തിയായിട്ട ഒരു ചാർട്ടായിരുന്നു. അപ്പോൾ വലിയ മൂവ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്ന ഒരു റേഞ്ച് മാർക്കറ്റ് ആയിരുന്നു. ആ ഒരു റേഞ്ച് മാർക്കറ്റിൽ ഞാൻ എങ്ങനെ എനിക്ക് അത്യാവശ്യം 1K കിട്ടിയത് തന്നെ വലിയ പുണ്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഈ ഒരു റേഞ്ച് മാർക്കറ്റിലാണ് ഓൾമോസ്റ്റ് എന്നെ പോലുള്ള എല്ലാ ട്രേഡേഴ്സും ലോസ് അടിക്കാനുള്ള മെയിൻ റീസൺ. കാരണം ടൈം ടേക്ക് വരും, ഡെൽറ്റ വാല്യൂ മാറും, നമ്മുടെ പ്രീമിയത്തിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഞാൻ എങ്ങനെ സർവൈവ് ചെയ്തു എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ആ ഒരു ദിവസം 1.7K പ്രോഫിറ്റിൽ ഞാൻ നിർത്തിയത് വളരെ നല്ല കാര്യം. 1000 റുപ്പീസിൽ ലോസ് അടിച്ചിട്ട് ഞാൻ പിന്നെ റിവെഞ്ച് ട്രേഡ് എടുക്കാൻ പോയില്ല. അത് വളരെ നല്ല കാര്യം. ഇതിലെനിക്ക് എനിക്ക് ഈ ഒരു ദിവസത്തിൽ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നു തോന്നുന്നു ക്വാണ്ടിറ്റിയുടെയാണ്. കാരണം എനിക്ക് കഴിഞ്ഞ ദിവസം അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയത് കൊണ്ട് തന്നെ കുറച്ച് ഓവർ കോൺഫിഡൻസ് കാരണം ഞാൻ എടുത്തതാണെന്നാണ് തോന്നുന്നത്. അല്ലാതെ ഇങ്ങനെ ഒരു ട്രേഡ് ഒരിക്കലും എടുക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ ലാസ്റ്റത്തെ ആ ചോപ്പ് നമുക്കൊന്ന് കണ്ടു വെക്കാം. ഓക്കെ, 5000 ലോസ് അടിച്ചിട്ടുണ്ട്.
1.3K ചാർജസ്. അതായത് ഞാൻ നിറയെ ട്രേഡ് എടുത്തിട്ടുണ്ട്. നിറയെ ട്രേഡ് എടുത്തിട്ടില്ല. ഇത് എനിക്ക് ആക്ച്വലി ഞാൻ 1000 ക്വാണ്ടിറ്റീസ് ഞാൻ ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടി ഞാൻ എടുത്തതായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ഞാൻ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ഇപ്പം ചെയ്യത്തില്ല. ഞാൻ കുറച്ചുകൂടെ റിസർച്ച് എടുത്തിട്ട് ഞാൻ ഒരു സീരീസ് ആയിട്ട് ഇറക്കാനുള്ള പ്ലാനിലാണ്. മേ ബി 2 months കഴിഞ്ഞിട്ട് നവംബറിൽ ഞാനത് സ്റ്റാർട്ട് ചെയ്യും. എന്തായാലും ഞാൻ ഇത് ഇപ്പോഴും ഞാൻ സ്റ്റില്ല് ഇത് എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല, 2000 അത് വരേണ്ട ആവശ്യമില്ല. അത് നോക്കണ്ട. 360 ക്വാണ്ടിറ്റി, 300 ക്വാണ്ടിറ്റി, 760 ക്വാണ്ടിറ്റി, 120 ക്വാണ്ടിറ്റി. ഓക്കെ, ഫസ്റ്റ് 120 ക്വാണ്ടിറ്റീസ് എടുത്ത് നോക്കാം. 1000 rupees ഞാൻ എക്സിറ്റ് ആയിട്ടുണ്ട്. കുഴപ്പമില്ല, നിയർലി ലോസ് അടിച്ചപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം 760 ക്വാണ്ടിറ്റി പല ട്രേഡ്സ് ആയിട്ട് എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് 760 ക്വാണ്ടിറ്റി കാണിക്കുന്നത്. അത് എങ്ങനെയോ 500 റേഞ്ചിൽ ലോസിൽ കുറച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഫസ്റ്റ് PE 2 പ്രാവശ്യം എടുത്തു, അത് എങ്ങനെയൊക്കെയോ 5000 to 1500 ലോസായി. അപ്പോൾ അത് ഇൻക്രീസ് ആക്കാൻ വേണ്ടി CE എടുത്തു, അത് പിന്നെയും ലോസായി. അതിനുശേഷം പിന്നെയും CE എടുത്തു. ഈ 300 ക്വാണ്ടിറ്റീസ് എനിക്ക് തോന്നുന്നു 1 ത്രോട്ടിൽ എടുത്താണെന്ന് തോന്നുന്നു. എങ്ങനെയൊക്കെയോ അന്നത്തെ ദിവസം ഞാനൊരു 5000 കുറച്ചത് തന്നെ വലിയ കാര്യം. അങ്ങനെയൊന്നും ഒരിക്കലും ഒരു ട്രേഡ് എടുക്കാൻ പാടില്ലാത്തതാണ്. നമുക്ക് അന്നത്തെ ദിവസം ചാർട്ട് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അതെ, അന്നും വളരെ വൃത്തിയായിട്ടൊരു ചാർട്ടായിരുന്നു. ചാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൊമെൻറ്റും ഇല്ലായിരുന്നു. അതേപോലെ തന്നെ ടൈം ഡേക്കയുടെ നല്ല ഇഷ്യൂ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു റേഞ്ചിലാണ് ഞാൻ ട്രേഡ് എടുത്ത് കളിച്ചതെന്ന് തോന്നുന്നു. ഈ ഒരു റേഞ്ചിൽ ഞാൻ ഒരു ബ്രേക്ക് ഔട്ട് എക്സ്പെക്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നതാണ്. എനിക്ക് ലോസ് PEയിൽ ഫുള്ള് ലോസ് അടിച്ചത്. അതിനുശേഷം ഈ ഒരു മൊമെൻറ്റം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ബ്രേക്ക് ഡൗൺ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അപ്പിഷ് മൂവ്മെൻ്റ് ആയിരിക്കും എന്ന് എഴുതി CE വാങ്ങിച്ചു. അതും പിന്നെയും പോയി. അപ്പോൾ ഇങ്ങനത്തെ റേഞ്ച് മാർക്കറ്റിലാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്നെ പോലുള്ള സാധാരണ ട്രേഡേഴ്സ്, ചെറിയ ട്രേഡേഴ്സ് എപ്പോഴും, റീറ്റെയിൽ ട്രേഡേഴ്സ് എപ്പോഴും ട്രാപ്പ് ആവുന്നത് ഇതേപോലത്തുള്ള മാർക്കറ്റ് മൂവ്മെൻറ്റ്സിലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വീക്കായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ ആഴ്ച അത്യാവശ്യം കുഴപ്പമില്ലാതെ സർവൈവ് ചെയ്തു. നമുക്ക് ടോട്ടൽ നോക്കുകയാണെങ്കിൽ ദിവസത്തെ അല്ലല്ലോ, 15 തൊട്ട് 19 ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഒരു 3000 അടുപ്പിച്ച് എനിക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ആ ഒരൊറ്റ ദിവസത്തെ ലോസ് മാത്രമേ ഹ്യൂജ് ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം അത്യാവശ്യം പ്രോഫിറ്റ് ആയതുകൊണ്ട് തന്നെ അന്നത്തെ ഒരാഴ്ച എനിക്ക് 3000 അടുപ്പിച്ച് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ആ ഒരാഴ്ച ഒരു റേഞ്ച് മാർക്കറ്റിൻ്റെ അർച്ച എങ്ങനെയോ സർവ് ചെയ്ത്. സാധാരണ പണ്ട് ട്രേഡ് ചെയ്യുമ്പോഴത്തേനും ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഈ ഒരു സമയത്ത് ഏറ്റവും വലിയ ലോസ് അടിക്കുമായിരുന്നു. മേ ബി 20K 30K അടുപ്പിച്ച് ലോസ് മാത്രം അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ കുറേയൊക്കെ കൺട്രോൾഡ് ആയിട്ടുണ്ട് ഇപ്പോൾ. അതിൽ ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ അടുത്ത ആഴ്ചത്തെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.